ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷാരിയും രാഹുലും കൂടി സംസാരിച്ച് നിൽക്കാണ്. ഷാരിയോടായിട്ട് രാഹുൽ ചോദിക്കുന്നുണ്ട്, നമ്മുടെ മകൾ വല്ലതും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങളിൽ ചില സംശയങ്ങൾ തോന്നി, എൻ്റെ സംശയങ്ങൾ ഞാൻ അതിൻ്റെ പുറകിലൂടെ പോയി, അങ്ങനെയല്ല ഞാൻ സത്യങ്ങൾ അറിഞ്ഞത്. ഇനിയിപ്പോൾ അവളെങ്ങാനും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോയെന്നെങ്കിൽ എനിക്കെങ്ങനെ അറിയാനാണെന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം ഷാരി ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ കാര്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇനി എന്തിനാണ് ജീവിക്കുന്നത്? എന്താവശ്യത്തിനാണ്? കാരണം നമ്മൾക്ക് സ്വത്തുക്കളില്ല, എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ മകൾ വരെ എനിക്ക് നഷ്ടപ്പെട്ടു, പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? നിങ്ങളുടെ പെങ്ങൾ എന്തോ വലിയ ആനമട്ട രൂപത്തിൽ എന്തൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല വലിപ്പത്തിൽ, എന്നിട്ട് അതും കിട്ടിയില്ല എന്ന് പറയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എന്നോട് ആരാ പറഞ്ഞത് അതെനിക്ക് കിട്ടില്ലെന്ന്? അതൊക്കെ എനിക്ക് ഉറപ്പായിട്ടും കിട്ടും, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ, നിങ്ങളൊരു പൊട്ടൻ തന്നെയാണ്, നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ പെങ്ങളെ വിശ്വസിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ, നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ രൂപൻ എനിക്ക് തന്ന വാക്ക് അവൾ എന്തായാലും അത് പാലിച്ചിരിക്കുന്നു, നീ നോക്കിക്കോ, നാളത്തെ എന്തായാലും കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ രൂപയെ കാണിക്കുകയാണ്. രൂപയാണെങ്കിൽ നമ്മുടെ സോണിയോടും ആൽബിയോടൊക്കെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അയാൾ വിളിക്കും, അയാൾ എന്തായാലും വലിയ സന്തോഷത്തിലാണെന്നൊക്കെ പറയാണ്. അപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ടൊന്ന് വിളിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ രൂപയുടെ ഫോണിലേക്ക് കോൾ വരികയാണ്. ഞാൻ എന്തിനാ അങ്ങോട്ട് വിളിക്കണേ, അയാളല്ലേ വിളിക്കണേ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് രൂപ. ഏട്ടാ എന്ന് പറയാണ്. എന്താ ഈ കാര്യങ്ങൾ? അയാൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, പിന്നെ കല്യാണിയും കിരണ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടായിരുന്നു, അവർ തിരക്കിട്ട് അവിടെ നിന്ന് പോരുന്നത് ഞാൻ കണ്ടായിരുന്നു. നീ പോയില്ലേ ഹോസ്പിറ്റലിലേക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ഞാൻ പോയില്ല, പിന്നെ കമ്പനിയിലെ ഡ്രൈവർ വന്നായിരുന്നു, അങ്ങനെ അവരൊക്കെ കൂടിയിട്ടാണ് കൊണ്ടുപോയത് എന്ന് പറയുമ്പം, എന്തായാലും നീ പോകേണ്ടതായിരുന്നു എന്നും പറയാം. ഞാൻ ഉടനെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം, ഞാൻ ഉടനെ അവിടെ എത്താട്ടാ എന്ന് പറയാണ്. ശരി ഏട്ടാ എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ രൂപ ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ സോണിയോട് പറയുന്നുണ്ട്, മോളുടെ അച്ഛൻ്റെ ശവം കാണാനാണ് അയാൾ കാത്തിരിക്കുന്നതെന്ന് പറയാണ്. അപ്പം എന്നിട്ട് ഇത്രയും നാളും അങ്കിളിനെ ആൻറ്റി വേർത്തത് ഇയാൾക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ എന്ന് ആൽബി ചോദിക്കുമ്പോൾ, മോനെ അതൊന്നും പറയല്ലേ, എനിക്കിപ്പോൾ അതൊന്നും കേൾക്കണത് എന്നെ ഇഷ്ടമല്ല എന്ന് പറയാണ്. എന്തായാലും ഇങ്ങനെ ഒരു ദുഷ്ടനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അയാൾക്കുള്ള തിരിച്ചടി എന്തായാലും ഇന്ന് കൊടുക്കണം, അത് ഉറപ്പാണ്. ഞാൻ എൻ്റെ ചന്ദ്രേട്ടനെ ഈ വീട്ടിൽ നിന്നും എങ്ങനെയാണ് ഇറക്കിയിട്ടത്, അതുപോലെ തന്നെ അയാൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പുറകിൽ ചന്ദ്രേട്ടൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, അതിനൊക്കെയുള്ള തിരിച്ചടി ഇന്ന് എന്തായാലും ആൾക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അവർ. അതിനുശേഷമാണെങ്കിൽ അവിടേക്ക് കല്യാണിയും കിരണും കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അവർ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ താരയെ ഓടിച്ചെന്ന് നമ്മുടെ രൂപ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ എന്തായി കാര്യങ്ങൾ? അയാൾ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്, എന്തായാലും വാ മക്കളെ എന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങനെ അവർ ക്ഷണിച്ച് അങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ രാഹുൽ അവിടെ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ പൊട്ടിച്ചിരിക്കുമ്പോൾ ആ വഴിയിൽ നമ്മുടെ സരയുവും മനോഹറും കൂടി വരികയാണ്. ഇയാൾ എന്താണ് ഈ ചിരിക്കണത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇയാൾക്ക് ഭ്രാന്തായതാണോ? അപ്പം മനു പറയുന്നുണ്ട്, അതെ, സാധാരണ ചൂടുകാലത്താണ് പട്ടികൾക്ക് പേ ഇളകാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇനി അതുപോലെ വല്ലതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അരികിലേക്ക് വരുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് സരയു ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല, എന്തായാലും മോളൊരു കാര്യം മനസ്സിലാക്കുക, മോളുടെ ആഗ്രഹം എന്തായാലും നിറവേറാൻ പോവുകയാണ്, അല്പസമയത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. മോൾ ആഗ്രഹിച്ചത് ആരുടെ കണ്ണീര് കാണാനാണ്? അവരൊക്കെ പൊട്ടിക്കരയുന്നത് കാണാം നമുക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്നും നടക്കാത്ത കാര്യം തന്നെയാണെന്നൊക്കെ സരയെ പറയുമ്പോൾ, ഇല്ല മോളെ അതെന്തായാലും നടക്കും. അപ്പം മനോഹർ പറയാണ്, ഇയാൾക്ക് ഇതെന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ മിണ്ടരുത്, നിന്നെ ആരെങ്കിലുമൊക്കെ തല്ലിക്കൊല്ലും, നോക്കിക്കോ, നിന്റെ സ്വഭാവം വെച്ചിട്ട് ആരാ തല്ലിക്കൊല്ലാൻ പോകുന്നതെന്ന് അറിയില്ലെന്ന്. അപ്പം മനോഹർ നമ്മുടെ രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ചന്ദ്രസേനന് പോയി, ഇനി എന്തായാലും ഇവനാണ് പോവേണ്ടത് എന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് സരയ് വഴക്കിടുകയാണ് രാഹുലുമായിട്ട്. എൻ്റെ മനുവേട്ടനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, പക്ഷേ എൻ്റെ മനുവേട്ടൻ ഞാൻ ആഗ്രഹിച്ച ജീവിതം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പറഞ്ഞ് അങ്ങനെ അവർ തമ്മിൽ വഴക്കും അങ്ങനെയൊക്കെ ആയിട്ട് പോവുകയാണ്. രാഹുലിന്റെ ഈ പ്രവർത്തികളൊക്കെ കാണുമ്പോൾ നമ്മുടെ സരയ് ഷാരിയോട് ചെന്ന് ചോദിക്കുകയാണ്, അതെ അമ്മയുടെ കെട്ടിയോന് വല്ല ഭ്രാന്തും പിടിച്ചോ എന്ന് ചോദിക്കുകയാണ്. എന്താ മോളെ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ല വേറൊന്നല്ല, കുറേ നേരമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നുണ്ട്, അതാണ്. അത് കുറച്ചു നേരമായി ഞാനും കാണുന്നു എന്ന് ഷാരി മറുപടി പറയുന്നുണ്ട്. അല്ല അയാൾ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, നമ്മളോട് രണ്ടുപേരോടും ആൻറ്റിയുടെ വീട്ടിലേക്ക് കരയാൻ തയ്യാറായിട്ട് ചെല്ലാനാണ് പറഞ്ഞത്, അയാൾ ആരോ കൊല്ലാനുള്ള പരിപാടിയിലാണെന്നൊക്കെ ഇങ്ങനെ സരയ് പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല മോളെ, എന്തായാലും ആ ചന്ദ്രസേനനെ ഇത്രയും നാളും അച്ഛൻ ചതിക്കുകയല്ലായിരുന്നത്, അച്ഛനല്ലേ അതിൻ്റെയൊക്കെ പ്രതി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഷാരി ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ ഷാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മോൾ ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമോ നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല.
എന്തായാലും രൂപയെ ചതിച്ചത് രാഹുൽ തന്നെയാണെന്ന്, ചന്ദ്രസേനയെ രൂപയൊക്കെ ചതിച്ച രാഹുലാണെന്നുള്ളൊരു കാര്യം മാത്രം അവളിങ്ങനെ പറയാണ്. അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി എന്തായാലും അച്ഛനെ അയാളെ എന്തായാലും വറുത്തെടുക്കാനാണ് പോകുന്നത്, അത് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ ഉപ്പിലിടും എന്തായാലും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ കിരണും കല്യാണിയും കൂടിയിട്ട് രൂപയുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ രൂപയുടെ വീട്ടിലേക്ക് അങ്ങനെ വരുമ്പോൾ വേഗം തന്നെ നമ്മുടെ വനാളകിരും, അതായത് ആൽബിയും സോണിയും അതുപോലെ രൂപയും കൂടി പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഓടി വന്നിട്ട് താരയെ കെട്ടിപ്പിടിക്കുകയാണ് രൂപ. എന്നിട്ട് പറയുന്നുണ്ട് വാ താരെ. അപ്പോൾ സോണി പറയാണ് താരയാൻറ്റിയാണ് ഇന്നത്തെ ഇവിടുത്തെ താരം എന്ന് പറയുന്നുണ്ട്. എന്തായാലും താരയാൻറ്റി നല്ല ബോൾഡായിട്ട് നിൽക്കണം. ഇന്നിവിടെ ഒരു കോടതി പോലെയാണ് താരയാൻറ്റിയോട് ചെയ്തത്. താരയാൻറ്റിക്ക് ഇവിടെ നീതി കിട്ടണം, അതിനുവേണ്ടി ഞങ്ങളൊക്കെ വാദിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സോണി പറയുകയാണ്. എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ നിങ്ങളുടെ അച്ഛൻ്റെ ഡെഡ് ബോഡിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, വാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. കല്യാണിയെയും കിരണിനെയും താരയൊക്കെ രൂപ. അങ്ങനെ അവർ അകത്ത് പോയിട്ടിരിക്കുകയാണ്. അതേ സമയത്ത് വീണ്ടും നമ്മുടെ രൂപയാണെങ്കിൽ ഇവന് രാഹുലിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അതെ, അയാൾ മരണപ്പെട്ടു എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചായിരുന്നു, അല്പസമയത്തിനുള്ളിൽ ബോഡി ഇവിടെ എത്തുമെന്ന് പറയുമ്പോൾ രാഹുൽ സഹിക്കാൻ പറ്റുന്നില്ല. രാഹുലാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അലമുറയിട്ട് ചിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് നമ്മുടെ ഭാര്യയായ ശാരിയും അതുപോലെ സരയും കൂടി വരികയാണ്. ഇയാൾക്ക് ഇതെന്താ പറ്റിയതെന്നും ചോദിച്ചു. എടോ മനുഷ്യ, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്നും പറ്റിയില്ല, എന്തായാലും ഞാൻ ഒരിടം വരെ പോയിട്ട് വരാം, എനിക്കിന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്, ഞാൻ ഇന്നത്തോടു കൂടി എൻ്റെ തലവര മാറി മറിയാൻ പോവുകയാണ്. തന്നെയല്ല ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ് നിങ്ങളെ വിളിക്കാം, നിങ്ങൾ രണ്ടുപേരും രൂപയുടെ വീട്ടിലേക്ക് കരയാനുള്ള രീതിയിൽ അവിടേക്ക് എത്തിയേക്കണമെന്ന് പറയാണ്. എന്തൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്? അങ്ങനെയൊന്നും സംഭവിക്കില്ലടോ, രൂപ നിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങൾ അവിടെ ചെന്ന് അടി വാങ്ങിക്കാതെ നോക്കിക്കോ എന്നൊക്കെ ശാരി പറയുന്നുണ്ട്. ഒരിക്കലുമില്ല, ഞാൻ പറഞ്ഞതങ്ങ് കേട്ടാൽ മതി എന്നും പറഞ്ഞിട്ട് രാഹുൽ അവരോട് യാത്രയൊക്കെ പറഞ്ഞങ്ങനെ അവിടെ നിന്നും ഇറങ്ങുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ രാഹുൽ വേഗം പോകുന്നത് ആ ഒരു പൂക്കടയിലേക്കാണ്. അവിടെ ഒരു റീത്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ റീത്ത് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ കടക്കാരനോട് ആ റീത്ത് നോക്കിയിട്ട് പറയാണ്, അതെ ഇതിനേക്കാൾ ഇത്തിരി ഭംഗിയൊക്കെ കൂട്ടാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കടക്കാരൊന്ന് ചിരിക്കുകയാണ്. അങ്ങനെ റീത്തും വാങ്ങിയിട്ട് വേഗം തൻ്റെ കാറിൽ ആ റീത്ത് കൊണ്ട് വെക്കുകയാണ്. അങ്ങനെ കാറെടുത്ത് പോവാൻ നിൽക്കുന്ന സമയത്ത് പ്രകാശം പുറകിലൂടെ വിളിക്കുന്നുണ്ട്, എടാ രാഹുലേ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ രാഹുൽ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ രാഹുൽ പ്രകാശനെ കാണുമ്പോൾ പറയുന്നുണ്ട്, എന്തായാലും കണ്ടത് നന്നായി, ഒരു സന്തോഷ വാർത്താനം പറയാനുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വാർത്ത തന്നെയാണ്. നിങ്ങളുടെയൊക്കെ ശത്രു ഉണ്ടല്ലോ, അയാൾ അങ്ങ് പോയി. അപ്പോൾ ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രകാശൻ. അപ്പോൾ പറയാണ്, ആ ചന്ദ്രസേനൻ, അയാൾ ഈ ഭൂമിയിൽ നിന്നും പോയടോ എന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പ്രകാശൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആ സന്തോഷം മുഖത്ത് ഇങ്ങനെ പുഞ്ചിരിയോട് കൂടി വരികയാണ്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. Okay friends, bye, thank you.